നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മുഴുവൻ നഗരങ്ങളിലും ദേശീയ നഗര ഉപജീവന ദൗത്യം നടപ്പിലാക്കും. നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിന് ഒരുക്കങ്ങളായി. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റവന്യൂ ജില്ലാ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. CITU പ്രവർത്തകൻ ഉദയംകുന്ന് പ്രഭാകരൻ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മാവുങ്കാലിൽ പൊതുയോഗം നടന്നു. ആറങ്ങാടി പറമ്പത്ത് മഖാമുറു സമാപിച്ചു. പ്രഭാഷണ പരമ്പരയ്ക്കും സമാപനം. വീണ്ടും പൂരക്കാലമെത്തി. ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരക്കളിയുടെയും മറത്തുകളിയുടെയും നാളുകൾ. ചിത്താരി കല്ലിങ്കാൽ കടവത്തുവീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു. ആയിരങ്ങൾക്ക് അനുഗ്രഹമേകി വയനാട്ടുകുലവൻ അരങ്ങിലെത്തി. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് ലാംപ് ലൈറ്റിംഗ് സെറമണിയും ഗ്രാജുവേഷൻ സെറമണിയും നടന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ മുഴുവൻ നഗരങ്ങളിലും ദേശീയ നഗര ഉപജീവന ദൗത്യം നടപ്പിലാക്കുന്നു. നഗരങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭകളിലും പദ്ധതി നടപ്പിലാക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീലേശ്വരം നഗരസഭയിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ KT ബാലഭാസ്കരൻ പദ്ധതിയുടെ നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ചു. 69% എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സമുദായങ്ങളും ഈ OBC-ക്കകത്ത് വരും. ഈഴവ വരും. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും സമുദായങ്ങൾ അതിനകത്ത് വരും. പിന്നെ മുസ്ലിങ്ങൾ വരും, ക്രിസ്ത്യൻസിൽ പകുതി ഭാഗം വരും. അപ്പോൾ അത്രയും വരുന്ന 69% ആളുകൾ പ്രതികരിക്കുന്ന ഈ സ്ഥാപനം കേരളത്തിലെ കുടുംബശ്രീയുമായി യോജിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു മൈക്രോ ഫിനാൻസ് വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കേരളത്തിലെ ഏകദേശം 352ഓളം കുടുംബശ്രീ CDSകൾക്ക് ഈ കഴിഞ്ഞ വർഷത്തിനകത്ത് തന്നെ ഈ പദ്ധതി പ്രകാരം വായ്പ നൽകിയിട്ടുണ്ട്. ഈ വർഷം 62 CDSകൾക്ക് വായ്പ നൽകി. ഈ വർഷം വായ്പ നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ വളരെ വിപുലമായ രീതിയിൽ അതിന്റെ പ്രചരണം കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ ദൗർഭാഗ്യവശാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നും വലിയ പ്രതികരണം ഉണ്ടായിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ 330 അയൽക്കൂട്ടങ്ങൾക്ക് 10,000 രൂപ വീതവും ADSകൾക്ക് 50,000 രൂപ വീതവും വിതരണം ചെയ്തു. നേരത്തെ ജില്ലാ ആസ്ഥാനത്തോ 1 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിലോ മാത്രമായിരുന്നു പദ്ധതി നടപ്പിലാക്കിയിരുന്നത്. ഇപ്പോൾ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജില്ലയിൽ കാസർഗോഡിനു പുറമെ നീലേശ്വരത്തും പദ്ധതി നടപ്പിലാക്കുന്നത്. ദൗത്യം നടപ്പിലാക്കുന്നതോടെ നഗരങ്ങളിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരും. നഗരപ്രദേശങ്ങളിലെ നിർധന വിഭാഗത്തിന് ഉപജീവനം ഉറപ്പാക്കുക, ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക, തൊഴിൽ രഹിതർക്ക് വരുമാനദായകമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക എന്നിവയാണ് മറ്റു ലക്ഷ്യങ്ങൾ. നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ CMO ബൈജു പദ്ധതി വിശദീകരിച്ചു. CDS ചെയർപേഴ്സൺ TV രേണുക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അബ്ദുൾ മജീദ് ചെമ്പരിക്ക, V ഗൗരി, P രാധ, AK കുഞ്ഞികൃഷ്ണൻ, തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ 1 മുതൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 15 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകളിലായി മത്സരിക്കാനെത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ 15 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. LED സംവിധാനത്തിൽ സജ്ജീകരിച്ച എജ്യു വേൾഡ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ 10,000 പേർക്ക് കളി കാണാനായി ഗാലറിയും സജ്ജമാക്കിയിട്ടുണ്ട്. മത്സരഫലവും പ്രധാന രംഗങ്ങളും കളിക്കാരുടെ ചിത്രങ്ങളും ഉൾപ്പെടെ യഥാസമയം പ്രദർശിപ്പിക്കാനുള്ള സാമഗ്രികളും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു.
ഏപ്രിൽ 1 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ സെബാൻ കോട്ടക്കലിനെ FC ടാസ്കിന് വേണ്ടി AYC ഉച്ചാരക്കടവ് നേരിടും. ഇന്ത്യൻ താരം റാഫി, നൈജീരിയൻ കളിക്കാരായ മുഹമ്മദ്, ഡിമരിയോ, ആൽബർട്ട്, ഐവറി കോസ്റ്റിന്റെ അബ്ദുള്ള തുടങ്ങിയ ദേശീയ അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്കായി ജേഴ്സി അണിയും. മാർച്ച് 29 പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ നിന്ന് K7 സോക്കർ വിളംബര ജാഥ സംഘടിപ്പിക്കും. ഏപ്രിൽ 1 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. ഇന്ത്യൻ ടീമിന്റെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഗോൾ കീപ്പറായ സന്ദീപ് നന്ദി മുഖ്യാതിഥിയായിരിക്കും. മത്സരം അന്തിമഘട്ടത്തിലെത്തുന്നതോടെ വനിതാ ടീമുകളുടെ പ്രദർശന മത്സരവും സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ജില്ലയിലെ കുട്ടികളുടെ ടീമുകളെ അണിനിരത്തിയുള്ള സൗഹൃദ മത്സരവും നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M. പോക്ലൻ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, രതീഷ് നെല്ലിക്കാട്ട്, പ്രിയേഷ് കാഞ്ഞങ്ങാട്, M. സേതു, MK വിനോദ് കുമാർ, PK നിഷാം തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതിക്ക് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നു. ഫണ്ട് ശേഖരണത്തിനായി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായ സമിതിക്ക് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നു. ഓഫീസ് നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് ജില്ലാ കൺവെൻഷൻ നടന്നു. കേരള വ്യാപാരി വ്യവസായ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി ES ബിജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സങ്കീർണമായിട്ടുള്ള ചില പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും വ്യാപാരവും വ്യവസായവും എല്ലാം നടത്തുന്നതും ഈ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതും. ഇപ്പൊ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിമാരും കയ്യിൽ നന്നായി പണവുമായി വന്നു എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതുന്നത്. അവസാനം നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷ തകരുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള മുൻകരുതൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ടാവും. ഒട്ടും പിരിക്കാത്ത ആളുകൾ യോഗത്തിന് വന്നും കാണില്ല. ജില്ലാ പ്രസിഡന്റ് PK ഗോപാലൻ അധ്യക്ഷനായി. ശോഭാ ബാലൻ, E. രാഘവൻ, E. സത്യൻ, VV ഉദയകുമാർ, രാഘവൻ വെളുത്തോടി തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് റവന്യൂ ജില്ലാ യാത്രയപ്പ് സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വ്യാപാര ഭവനിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് റവന്യൂ ജില്ലാ യാത്രയപ്പ് സമ്മേളനം വ്യാപാര ഭവൻ വെച്ചായിരുന്നു നടന്നത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 2.5 പതിറ്റാണ്ട് കാലം ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം സംഘടന സർവീസ് രംഗത്തോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത് നമ്മോടൊപ്പം ചെലവഴിച്ചത് കാസർഗോഡ് ജില്ലയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഏറെ പ്രചോദനം നൽകി എന്നുള്ളത് തർക്കമറ്റ കാര്യം. പ്രിയപ്പെട്ട മാഷ് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6ഓളം അധ്യാപകന്മാർ സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയുടെ കരുത്തും ഊർജ്ജവും ചോർന്നു പോകുമെന്നുള്ള തരത്തിലുള്ള ആശങ്കയാണ് പ്രിയപ്പെട്ട തലജ്ഞ മാഷ് ഇവിടെ പങ്കുവച്ചത്. DCC ജനറൽ സെക്രട്ടറി കേശവ് പ്രസാദ് നാണിത്തുലു ഉപഹാര സമർപ്പണം നടത്തി. TK എവുജിൻ, K സരോജിനി, EM സദാനന്ദൻ, P ശശിധരൻ, V കൃഷ്ണൻ, AV ശശിധരൻ, ജില്ലാ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ, TV പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രഭാകരൻ അനുസ്മരണം CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് അനുസ്മരണ യോഗം നടന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് പ്രഭാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം M. പോക്ലൻ പതാക ഉയർത്തി. CITU ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് M. പോക്ലൻ, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി P. നാരായണൻ, P. രാഘവൻ, സരസൻ, C. ബാലകൃഷ്ണൻ, മുഹമ്മദ് കുഞ്ഞി, രാജേഷ്, CH കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിക്കര GM UP സ്കൂളിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 6 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. പള്ളിക്കര GM UP സ്കൂളിന്റെ വികസന സെമിനാർ നടന്നു. 6 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരമായി. വികസന സെമിനാറിൽ പങ്കെടുത്ത മാളികയിൽ ബഷീർ 2 ക്ലാസ് മുറികൾ നിർമ്മിച്ചു നൽകുമെന്ന് അറിയിച്ചു. വിവിധ വ്യക്തികൾ 6 ലക്ഷം രൂപ സംഭാവന നൽകി. വികസന സെമിനാർ K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെല്ലാവരും പഞ്ചായത്ത് ജനപ്രതിനിധികൾ, അതുപോലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വ്യക്തികൾ
തുടങ്ങിയ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് മാത്രമേ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയൂ എന്നതുകൊണ്ടാണ് നാട്ടുകാരുടെ യോഗം വിളിച്ച് ഈ കാര്യം അവരുടെ മുമ്പിൽ പറയണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. ഇതിനു മുമ്പിൽ പോകുന്ന റോഡ് നമ്മളതെല്ലാവരും അതേതെങ്കിലും വ്യക്തിയുടേതല്ല, പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ്റോ നിർമ്മിക്കുന്നത്, പക്ഷേ നമ്മളതാണ് സ്വത്ത്. അതേപോലെ നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ഈ സ്കൂളും നമ്മളെല്ലാവരും ഇവിടെ പഠിക്കുന്ന കുട്ടികളെയോ രക്ഷിതാക്കളുടെയോ മാത്രമല്ല, നമ്മളെല്ലാവരുടെയും സ്കൂൾ എന്നതുകൊണ്ട് ഇതിനെ സംരക്ഷിച്ച് നിർത്തണം എന്നതാണ് നമ്മുടെ എല്ലാവരെയും ഉത്തരവാദിത്വം. പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇന്ദിര അധ്യക്ഷയായി. പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ കെ എം സാലിഹ് മാസ്റ്റർ വികസനരേഖ പ്രകാശനം ചെയ്തു. കെ ഹരിദാസ് മാസ്റ്റർ വികസന പദ്ധതിയുടെ വിശദീകരണം നൽകി. മുക്കൂട് മുഹമ്മദ് കുഞ്ഞി വികസന ഫണ്ട് ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങളായ ഷാനവാസ് പാദൂർ, കെ എ ബിന്ദു, അഷുറാബി, കെ ടി ആയിഷ, ഫാത്തിമ മൂസ എന്നിവരും പങ്കെടുത്തു. ബേക്കലയ്യോ കെ ശ്രീധരൻ, ഹക്കീം കുന്നിൽ, കെ എ ബക്കർ, പി കെ അബ്ദുള്ള, എം എ ലത്തീഫ്, ഹാരിസ് തൊട്ടി, ടി ഖദീജ, ഹെഡ്മാസ്റ്റർ കെ പി അബ്ദുൽ ഖാദർ, സി പി സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റിക്കോൽ പഞ്ചായത്തിൽ കുടിവെള്ള സ്രോതസ്സുകൾ ശുചീകരിക്കുന്ന പദ്ധതികൾക്ക് തുടക്കം. കരിവേടം കൂട്ടം കോളനിയിലെ പൊതുകുളം ശുചീകരിച്ചു. കരിവേടകം കൂട്ടം പട്ടികവർഗ കോളനിയിലെ പൊതുകുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു. കുറ്റിക്കോൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മാലിന്യം നിറഞ്ഞതും ഉപയോഗശൂന്യമായ കിണറുകൾ ശുചീകരിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് അംഗം ജോസഫ് പാറത്തട്ടേലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മയിലാണ് കുളം പുനർനിർമ്മിച്ചത്. കോളനിയിലെ 70ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുളം ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു. കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടതോടെയാണ് കുളം ശുചീകരിക്കാൻ രംഗത്തിറങ്ങാൻ പഞ്ചായത്തിന് പ്രേരണയായത്. പ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ കുളം ശുചീകരിക്കണമെന്ന് ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. കുളം ശുചീകരണ പ്രവൃത്തി കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോസഫ് പാറത്തട്ടേൽ അധ്യക്ഷനായി. കുളം ശുചീകരിച്ചതോടെ കരിവേടകം കൂട്ടം പട്ടികവർഗ കോളനിയിലെ ജലക്ഷാമത്തിനും പരിഹാരമായി. പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ശുചീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഉത്തര കേരളത്തിൽ ഇനി കാവുകളും കഴകങ്ങളും പൂവിളികളുടെയും പൂരക്കളികളുടെയും നാളുകൾ കൊണ്ട് സജീവമാകും. അനുഷ്ഠാന കലയായ പൂരക്കളിക്കും മറത്തുകളിക്കും ദേവസ്ഥാനങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. പൂരപ്പന്തലുകളും ഉണർന്നു തുടങ്ങി. മെടഞ്ഞോലക്കീരിനുള്ളിലൂടെ അരിച്ചെത്തുന്ന വെളിച്ചവളയങ്ങൾ കൊത്ത് താളം പിടിച്ച് ചുവടുവയ്ക്കുന്ന ബാല്യക്കാരുടെ ചടുല നടനം കാണണോ? ഇങ്ങ് വടക്കോട്ടേക്ക് വരൂ. കയ്യൂരും പിലിക്കോടും കണ്ടോത്തും വെള്ളാട്ടും തുരുത്തിയിലും മയിച്ചിയിലും പുറംപന്തലൊരുക്കി ബാല്യക്കാർ പൂരക്കളി തുടങ്ങുകയായി. പൂരക്കാലം വന്നെത്തിയതോടെ നാട്ടിൽ പൂരാഘോഷത്തിന്റെ അനുബന്ധ ചടങ്ങുകൾ സജീവമാവുകയാണ്. ക്ഷേത്രങ്ങളിലും കാവുകളിലും കഴകങ്ങളിലും പൂരക്കളി നിയന്ത്രിക്കുന്നതിനുള്ള പണിക്കന്മാരെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. നല്ല മുഹൂർത്തവും നാളും നോക്കി പണിക്കരെ കൂട്ടിക്കൊണ്ടുവരുന്നതോടെ തന്നെ പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയും കഴകങ്ങളുടെയും എല്ലാം മതിൽക്കെട്ടിന് പുറത്ത് പന്തലിൽ പൂവിട്ട് പൂരക്കളി തുടങ്ങുന്നു. മതിൽക്കെട്ടിനകത്തേക്ക് മാറുന്നതുവരെ ഈ പന്തലിലാണ് കളി നടക്കുക. പന്തൽ കളി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇഷ്ടദേവതാ വന്ദനം, പൂരമാല, തൊഴുന്നകളി എന്നിവയാണ് പുറപ്പന്തലിൽ ദിവസവും അവതരിപ്പിക്കുക. മതിലകത്തേക്ക് പൂരക്കളി പ്രവേശിക്കുന്നതിനെ കഴകം കയറൽ എന്ന് പറയും. ഇതിനുശേഷം അകപ്പന്തലിൽ വെച്ചായിരിക്കും കളി. കാർത്തികോതുള്ള പൂരക്കളിക്ക് മുമ്പേ തലേന്ന് പൂരക്കളി മർത്തുകളി അവസാനിപ്പിച്ച് പിറ്റേന്നാൾ പണിക്കരെ മുണ്ടേക്കാരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നാണ് പൂരക്കളി തുടങ്ങുന്നത്. അതുവരെ ഇവിടെ പന്തൽ കെട്ടിയാണ് കളി. കളിയിൽ എല്ലാ വർഷവും നല്ല രീതിയിൽ നല്ല ആർഭാടത്തോടുകൂടി തന്നെ കളി ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ല കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്രാവശ്യം കൂടുതൽ കുട്ടികളും പരീക്ഷയും മറ്റുള്ള വിവാഹം കിട്ടുന്ന ഒരു മാസമാണ് ഇക്കൊല്ലം. അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടാറില്ല. SLC പരീക്ഷയും മറ്റെല്ലാം ആയതുകൊണ്ട് കുട്ടികൾ കിട്ടുന്ന കുറവാണ്. ഇക്കൊല്ലം കൂടുതൽ കുട്ടികളും അതുപോലെ തന്നെ കളിക്കുന്നവർ നല്ലോണമുണ്ട്. അരയിലമർന്ന് വലതുകാൽ മുമ്പിൽ ചവിട്ടി പാട്ടു തുടങ്ങി വലത്തോട്ട് ഓരം പോയി ഇടത്തോട്ട് നീങ്ങി കൈകൊട്ടിമറിഞ്ഞ് തുള്ളിക്കളിക്കുകയാണ് ശരീരനില. ഹരിനമോ നമ, നാരായണോ നമ, തത്തത തെയ്തൈ, ഗുരുനാഥൻ നാഥൻ നമ, നാരായണ നമോ തത്തത തെയ്തൈ എന്ന പാട്ടുപാടി അരയിലമർന്ന് കൈനിവർത്തി വലതു കൈ മടക്കി ചെവിക്കുനേരെ പിടിച്ച് ഇടതുകാൽ ഉയർത്തി വലത്തോട്ടു നീങ്ങി 4 അടി ഓരം പോയി വലത്തേക്കാൽ മുമ്പിൽ വെച്ചുള്ള നടനം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പന്തലിൽ കളിക്ക് പണിക്കാർ മാത്രമേ പട്ടെടുത്ത് ഉറുമാൽ കെട്ടു.
മറത്തുകളിക്കാണ് ബാല്യക്കാർ കളരിയിൽ കച്ചകെട്ടലിനെ ഓർമ്മിപ്പിക്കുന്ന പട്ടുറുമാൽ കെട്ടുക. മെയ്വഴക്കം പൂരക്കളിയിൽ അനിഷേധ്യമായ വസ്തുതയാണ്. കളരിയിൽ കച്ചിയും ചുറയും കെട്ടുന്നതിന് സമാനമാണ് പൂരക്കളി പണിക്കരുടെ പട്ടുടുപ്പും ഉറുമാൽ കെട്ടും. വൻകളിയും മറ്റും അവതരിപ്പിക്കണമെങ്കിൽ ശരിയായ മെയ്വഴക്കം സിദ്ധിക്കണം. ഇതിനായി പൂരക്കളി പണിക്കരുടെ അടുക്കൽ നിന്നും കളിക്കാർ മെയ്വഴക്കത്തിനുള്ള പരിശീലനം നേടണം. ചരാചരസ്യ ജനനീ മായാമയീ ചിന്മയീ നിത്യാനിത്യപദാർത്ഥബോധവിദുഷാം ബ്രഹ്മസ്വരൂപാജയാം യസ്യാഹ ദീപ്തിലവേന ബാധി ഭഗവാൻ ഭാനുഷ്യ താരാഗണഃ സാ ശക്തിഃ പ്രദദാതുമക്ഷമതുലം വൈഹരീ വൈഭവം. സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ രാവണീശ്വരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൗരന്മാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രാവണീശ്വരം സെൻട്രൽ യൂത്ത് ക്ലബ് പരിസരത്ത് വെച്ചായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മുതിർന്ന പൗരന്മാർക്കായി നിയമപരിരക്ഷയും ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിൽ രാവണേശ്വരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഡോക്ടർ പി.കെ. ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവധി വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ആണ് അച്ഛന്റെ അമ്മയുടെ ആവശ്യം മക്കൾക്ക് വരുന്നത്. അപ്പൊ പേരമക്കളെ സൗകര്യാർത്ഥം അച്ഛൻ ഒരാളുടെ അടുത്തും അമ്മ വേറൊരാളുടെ അടുത്തും പോയി നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ. ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അധികാരം എന്നിൽ കൈവന്നത് ഈ നിയമം ഡിസംബർ 29, 2007 ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി നേരത്തെ ഞാൻ വായിക്കാം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമുള്ള നിയമം. ബാലൻ ഓളിയക്കാൽ, തമ്പാൻ മേലത്ത്, CM രാധാകൃഷ്ണൻ നായർ, കെ മാധവൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് RDO ഡോക്ടർ പി.കെ. ജയശ്രീ പരിരക്ഷാ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിത ആരോഗ്യ പരിപാലന ക്ലാസ് കൈകാര്യം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ആറങ്ങാടി കൂളിയങ്കാൽ യൂണിറ്റിന്റെയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂളിയങ്കാൽ UP സ്കൂളിൽ വെച്ചാണ് നേത്രപരിശോധന ക്യാമ്പ് നടന്നത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ആറങ്ങാടി കൂളിയങ്കാൽ യൂണിറ്റിന്റെയും കാഞ്ഞങ്ങാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ CI CK സുനിൽകുമാർ നേത്രപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫോറം നമ്മുടെ അബൂബക്കർ ആഴ്ച ഞാനിവിടെ 2009 2010 ആകുമ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ എല്ലാ പ്രശ്നങ്ങളെയും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് CA വന്നിട്ടാകുമ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹം സജീവ രാഷ്ട്രീയങ്ങളൊക്കെ കുറച്ച് മാറി നിർത്തുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാലും എന്താണ് പിന്നെ അദ്ദേഹത്തെ കാണാനില്ല. അപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊരു സംഘടനയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻപത്തേക്കാൾ എപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതിനുപരി ഇപ്പോൾ തിരക്കുകളുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയത്. T. അബൂബക്കർ ഹാജി അധ്യക്ഷനായി. PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഗത്തർ അബ്ദുള്ള, K. അമ്പാടി, കുഞ്ഞികൃഷ്ണൻ, PK സലാം, അഷ്റഫ്, ഉമർ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ ലത മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. KSCF മുനിസിപ്പൽ സെക്രട്ടറി പുരുഷോത്തമൻ സ്വാഗതവും ലബ്ബക്കുട്ടി നന്ദിയും പറഞ്ഞു. വാർത്തകൾ തുടരുന്നു. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ 18ാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയും 15ാമത് ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണിയും നടന്നു. വിവിധ കലാപരിപാടികൾ നടന്നു. കാഞ്ഞങ്ങാട് മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയും ഗ്രാജുവേഷൻ സെറമണിയും സംഘടിപ്പിച്ചു. 18ാമത് ബാച്ചിന്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയും 15ാമത് ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണിയുമാണ് നടന്നത്. ചടങ്ങ് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. അവർ ഈ സ്ഥാപനത്തിൽ നിന്ന് മികവുറ്റ പഠനം നടത്തി ഭാവിയിൽ അവർ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പോകുന്നവരാണ്. സ്വാഭാവികമായും നഴ്സുമാർ എന്ന് പറഞ്ഞാൽ
ഞാനെല്ലാം ചിന്തിക്കാറുണ്ട്, രാത്രിയിലും പകലും രോഗികളെ ശുശ്രൂഷിക്കുക എന്ന ഉത്തരവാദിത്ത കടമ നിർവഹിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാരുടെ കൂടെ നിന്നുകൊണ്ട് ആസ്പത്രിയിൽ വരുന്ന ജീവനെ രക്ഷിക്കുക എന്ന കടമയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ കയ്യിലാണ് നമ്മുടെ ജീവനെല്ലാം നിലനിൽക്കുന്നത്. എ ഹമീദ് ഹാജി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ, പഞ്ചായത്തംഗങ്ങളായ സി ഹമീദ്, പി അബ്ദുൽ കരീം, ഡോക്ടർ ദ്രുഹിൻ, സി യൂസഫ് ഹാജി, എം ബൽരാജ്, പാറക്കാട്ട് മുഹമ്മദ്, എ പി ഉമ്മർ, മൻസൂർ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് റോസമ്മ തോമസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് MD ഡോക്ടർ കുഞ്ഞാമത് നിർവഹിച്ചു. ലാംലൈറ്റിംഗ് ചടങ്ങ് പ്രിൻസിപ്പൽ ത്രേസ്യാമ്മ കുര്യൻ നിർവഹിച്ചു. രമ്യ പി വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. VS അഞ്ജുത സ്വാഗതവും ടീന ടോമി നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. രാവണീശ്വരം അരുണോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനം. സഫ്ദർ ഹാഷ്മി കുന്നൂച്ചി ജേതാക്കളായി. രാവണേശ്വരം അരുണോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. വാശിയേറിയ മത്സരമായിരുന്നു ഫൈനലിൽ ഇരു ടീമുകളും കാഴ്ചവെച്ചത്. രാവണേശ്വരം അരുണോദയ ടീമിനെ പിന്തള്ളിക്കൊണ്ട് സഫ്ദർ ഹാഷ്മി കുന്നൂച്ചി ജേതാക്കളായി. CPM ചിത്താരി ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സനൽകുമാർ അധ്യക്ഷനായി. O ഷിജു, M സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറങ്ങാടി പറമ്പത്ത് മഖാം ഉറൂസ് സമാപിച്ചു. കൂട്ടുപ്രാർത്ഥനയും നടന്നു. ആറങ്ങാടി പറമ്പത്ത് മഖാം ഉറൂസിന്റെ ഭാഗമായ ഗാലിഫ ബുർദ സംഗമം അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസ് നടന്നു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ CH അബ്ദുൾ ഹമീദ് ഹാജി അധ്യക്ഷനായി. ആറങ്ങാടി ഖത്തീബ് മുഹമ്മദ് ഷരീഫ് മിസ്ബാഹി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി സുവനീർ പ്രകാശനം ചെയ്തു. നവാസ് മഹാനി പനവൂർ മുഖ്യപ്രഭാഷണം നടത്തി. C കുഞ്ഞാമത് പാലക്കി മുഖ്യാതിഥിയായി. സയ്യിദ് സ്വവാൻ തങ്ങൾ ഏഴിമല കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വമേകി. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ചിത്താരി കല്ലിങ്കാൽ കടവത്തുവീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തെ മറക്കളത്തിൽ വയനാട്ടുകുലവൻ തെയ്യം ദർശനപുണ്യവുമായി എത്തി. വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാടി. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ചിത്താരി കടവത്തുവീട് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാന സന്നിധിയിലെ മറക്കളത്തിൽ വാദ്യമേളങ്ങൾക്കൊപ്പം ദർശനപുണ്യമായി വയനാട്ടുകുലവൻ എത്തിയത്. ഭക്ത്യാവേശത്തിൽ ദേവനർത്തകരും ആർപ്പുവിളികളുമായി ഭക്തരും വയനാട്ടുകുലവൻ ദൈവത്തെ മറക്കളത്തിലേക്ക് വരവേറ്റു. നാടു മുഴുവനായും ഒന്നിച്ച മഹോത്സവത്തിൽ കോരച്ചൻ, കാർന്നോൻ എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങിലെത്തി.
വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടിനും ചൂട്ടൊപ്പിക്കൽ ചടങ്ങിനും സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് ദേവസ്ഥാനത്തെത്തിയത്. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടന്നു. മറപിളർക്കൽ ചടങ്ങോടുകൂടി മഹോത്സവത്തിന് സമാപനമായി. ചാലിങ്കാൽ ഏച്ചിത്തടം കരിഞ്ചാമുണ്ടിക്കാവിലെ കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. ചാലിങ്കാൽ ഏച്ചിത്തടം കരിഞ്ചാമുണ്ടിക്കാവിലെ കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി കരിഞ്ചാമുണ്ടി അമ്മ, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി ആളുകൾ കളിയാട്ട മഹോത്സവം ദർശിക്കാനെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ മുഴുവൻ നഗരങ്ങളിലും ദേശീയ നഗര ഉപജീവന ദൗത്യം നടപ്പിലാക്കും. നീലേശ്വരം നഗരസഭാതല ഉദ്ഘാടനം നടന്നു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന K7 സോക്കർ ഫുട്ബോൾ ടൂർണമെന്റിന് ഒരുക്കങ്ങളായി. ദേശീയ അന്തർദേശീയ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാനെത്തും. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റവന്യൂ ജില്ലാ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. CITU പ്രവർത്തകൻ ഉദയംകുന്ന് പ്രഭാകരൻ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മാവുങ്കാലിൽ പൊതുയോഗം നടന്നു. ആറങ്ങാടി പറമ്പത്ത് മഖാമുറു സമാപിച്ചു. പ്രഭാഷണ പരമ്പരയ്ക്കും സമാപനം. വീണ്ടും പൂരക്കാലമെത്തി. ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരക്കളിയുടെയും മറത്തുകളിയുടെയും നാളുകൾ. ചിത്താരി കല്ലിങ്കാൽ കടവത്തുവീട് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം സമാപിച്ചു. ആയിരങ്ങൾക്ക് അനുഗ്രഹമേകി വയനാട്ടുകുലവൻ അരങ്ങിലെത്തി. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് ലാംപ് ലൈറ്റിംഗ് സെറമണിയും ഗ്രാജുവേഷൻ സെറമണിയും നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.